എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് നോട്ടും വന്നിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസും വന്നിട്ടുണ്ട്. രണ്ടാമത്തതിലുണ്ട് നോട്ട്സ്, PDF-ന്റെ ഉണ്ട്. രണ്ടാമത്തെ നോട്ട്സ് ആണ്. ഏറ്റവും ആദ്യം കിടക്കുന്നത് യൂട്യൂബ് വീഡിയോയും അതിന്റെ താഴെ കിടക്കുന്ന PDF ആണ്. രണ്ടാമത്തേല് മോഡ്യൂൾ 1 ഉം 2 ഉം രണ്ടും ഉണ്ട്. 1 and 2 ഇട്ടിട്ടുണ്ട്. ഈ ബുക്കിൽ എഴുതിയെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യാൻ പറ്റുമോ? ഹലോ, അല്ല, ഇത് പ്രിന്റ് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക, അതുകൊണ്ട് എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ പ്രിന്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുക. അല്ല, ഇത് മൊത്തം ഇംഗ്ലീഷാ. അപ്പൊ മലയാളത്തിൽ പറഞ്ഞപ്പോ മനസ്സിലായവരെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യാൻ പറ്റുമോന്ന് വെച്ചതാ. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ മലയാളത്തില് ആ കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ? എഴുതിയിട്ടുണ്ട്, മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ ലെക്ചർ നോട്ടായിട്ട് എഴുതിയുള്ളത്. ഞാനും മാം പറയുന്ന പോയിന്റ്സ് ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത്, മലയാളത്തിൽ എഴുതിയിട്ടില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. PDF ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മേഡം നമ്മുടെ മനസ്സിൽ വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് അന്നേരം മനസ്സിലാവും. PDF-ൽ മറ്റേ ഇംഗ്ലീഷാണ് എഴുതിയത്. അപ്പൊ അത് കുഴപ്പമില്ല. ഇനി റെക്കോർഡ് ക്ലാസ് വരും, അപ്പൊ അത് വീണ്ടും വീണ്ടും കണ്ടാൽ മതി കേട്ടോ. എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് അയച്ചു തരാനായിട്ട് വായിക്കാൻ മനസ്സിലാവില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എഴുതിക്കുന്ന കാരണം മനസ്സിലാവില്ല. ഒന്ന് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചാപ്റ്ററിന്റെ പേരൊന്ന് പറയോ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കുവാണെങ്കിൽ നോട്ട്സ് ഒക്കെ അതിനകത്ത് ഇടുവാണെങ്കിൽ എല്ലാവർക്കും കാണുകയും ചെയ്യായിരുന്നു. അത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാനും പറഞ്ഞേ, നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണമോ? ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടേ ഫോർവേഡ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഒരാൾക്ക് ഒരു ദിവസം ക്ലാസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നോട്ട്സ് നമുക്ക് മനസ്സിലായേനെ ഇങ്ങനെ ഗ്രൂപ്പ് ഇടുമ്പോ. ശരിയാ, നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ? ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓക്കെ, നോക്കാം, ശ്രമിക്കാം കേട്ടോ. അതൊക്കെ ആകുമ്പോ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എല്ലാം ചെയ്യാമായിരുന്നു. അത് ഓപ്ഷൻ ആയിരുന്നു. ഗ്രൂപ്പ് ഉണ്ടാക്കുന്നാല് ആരാ ചെയ്യുന്നേ? ഇപ്പൊ ഓൾറെഡി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. Good morning all. Good morning, ma'am. Good morning, ma'am. Good morning, madam. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, madam. Good morning, ma'am. 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 Okay, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ പറയണത്? Good morning. Yes, ma'am. ക്ലിയർ അല്ലേ? Yes, madam. ഓക്കെ, നമുക്കപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് പ്രീസ. നമുക്ക് ചില ടോപ്പിക്കുകൾ ഞാനായിരിക്കും പിന്നെ ക്ലാസ് എടുക്കുന്നത്.
ക്ലിയർ ആണോ എല്ലാവർക്കും? മാമിന്റെ പേര് എന്താ? അതിന്റെ പേര് ട്രീസ. ട്രീസ. ഓക്കെ, പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ആണോ? റിൻസയാണോ പ്രിൻസയാണോ? ട്രീസ. Teresa. ഓക്കെ, എല്ലാവരും റെഡിയാണോ ക്ലാസ് എടുക്കാൻ? ഓക്കെ മാം. റെഡിയാണ്. ഓക്കെ. Yes, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ? മാം സബ്ജക്റ്റിന്റെ പേരെന്താ പറഞ്ഞേ? നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ തന്നെ ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ യൂണിറ്റ്. തൊട്ട് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അതേ കണ്ടിന്യൂഷൻ തന്നെയാണോ വരുന്നത്? ആ സെയിം സബ്ജക്ട് തന്നെയാണോ? ചാപ്റ്റർ 13 നമ്മൾ പുതിയ ടോപ്പിക് ആയിട്ട് തുടങ്ങിയാണ്. ചാപ്റ്റർ 13 ആണ് തുടങ്ങുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? നമ്മൾ സ്ക്രീനിൽ കാണുന്നില്ലേ? മൊഡ്യൂൾ 1 തന്നെയാണോ? മൊഡ്യൂൾ 1 തന്നെയാണോ? ഓക്കെ. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ചാപ്റ്റർ 13 ഇന്റൻസീവ് കെയർ യൂണിറ്റ്? Yes, ma'am. Yes, ma'am. ഓക്കെ ആണല്ലോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU, നമ്മൾ നോർമലി എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ ICU എന്നുള്ളൊരു ടൈം? ഓക്കെ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്താണ് ഡിഫറെന്റ് പറയൂ എല്ലാവരുടെ അടുത്തും. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമുക്കറിയാം നമ്മൾ നോർമലി ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാവും. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ആദ്യം ഫസ്റ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? കാഷ്വാലിറ്റി ആണ്, അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം അല്ലെ. നമ്മൾക്കിപ്പോ ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ആയിക്കോട്ടെ, ആക്സിഡന്റ് ആയിക്കോട്ടെ, എന്തൊരു കേസസിനെ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് എവിടെയാണ്? കാഷ്വാലിറ്റിയിലേക്കായിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് കാണാം അല്ലെ. നമുക്കറിയാം ഒരു റിസപ്ഷന്റെ സെക്ഷൻ ഉണ്ടാവാം. അതുകൂടാണ്ട് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എക്സ്റേയുടെ സെക്ഷൻ ഉണ്ടാവാം, സെപ്പറേറ്റ് ആയിട്ട് സ്കാനിങ് സെക്ഷൻ, ലാബ്, പിന്നെ എന്താണ് ഫാർമസി സെക്ഷൻ ഉണ്ടാവാം, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ICU, മോർച്ചറി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എന്ത്? ICU എന്ന് പറയുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാം ICU എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ICUയിൽ അഡ്മിറ്റ് ആക്കുന്നത്? ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ഒരിക്കലും ഒരു ഡോക്ടർ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യില്ല അല്ലെ. നമുക്കറിയാം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയാണ് എന്ത് ചെയ്യുന്നത്? ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ICU എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ എന്ത് പറയാം? A unit in a hospital that provides intensive care for critically ill or injured patient. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത്? ICU എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്, അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹാസ് എക്യുപ്മെന്റ് ദാറ്റ് അലൗസ് ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് ലൈഫ് സപ്പോർട്ട്. നമുക്കറിയാം ICUയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവാം, അവർക്ക് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കാം. Patients may be referred either directly from an emergency department or from a ward their condition rapidly. നമുക്കറിയാം ഒരു പേഷ്യൻസിനെ ഒരാൾ ഡയറക്ട്ലി നമുക്ക് ICUയിലോട്ട് അഡ്മിഷൻ ചെയ്യില്ല. ഒരു ഫിസിഷ്യനെയോ അതിനുള്ള ഒരു ഡോക്ടറെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ കാണും, കൺസൾട്ടന്റ് ചെയ്യും. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രോഗത്തിലുള്ള മാറ്റം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ, അങ്ങനെ ഒരു ഡോക്ടറിന്റെ തീരുമാനത്തിന് കീഴിലാണ് ICUയിലോട്ട് അഡ്മിഷൻ കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അബോധാവസ്ഥയിലാവുകയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചേർഡ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അപ്പൊ തന്നെയാണ് ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോ ICU എന്താണ്? ICU എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. ഒരു ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഇന്റൻസീവ് കെയർ ഫോർ ക്രിട്ടിക്കലി ഇൽ ഓർ ഇഞ്ചേർഡ് പേഷ്യന്റ് അല്ലെ. നമുക്ക് നോർമലി അറിയാം ക്രിട്ടിക്കലി അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് ICUയിൽ അഡ്മിഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്
who are cared for in the ICU. Who are അല്ലെ, ആരെല്ലാമാണ് ICU കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ICU അഡ്മിഷൻ എടുക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. പേഷ്യൻസ് മേ ഹാവ് എ പ്ലാൻഡ് അഡ്മിഷൻ ആഫ്റ്റർ സർജറി. നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഒരു പേഷ്യൻസിന് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് ശേഷം സർജറിക്ക് ശേഷം നേരെ ICUയിലേക്കായിരിക്കാം ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ, പ്ലാനഡ് അഡ്മിഷനും ഷിഫ്റ്റ് ചെയ്യാം, അൺഎക്സ്പെക്ടഡ് അഡ്മിഷനും ഉണ്ട്. ഇപ്പൊ മേ ബി ആക്സിഡന്റ് ഓർ ബി അഡ്മിറ്റഡ് ഡ്യൂ ടു സഡൻ ക്രിട്ടിക്കൽ worsening of their health അല്ലെ. ഇപ്പൊ ആക്സിഡന്റിലൊക്കെ ഗുരുതരമായ, ഇപ്പൊ തലയ്ക്കൊക്കെ അങ്ങനെ ഗുരുതരമായ ആഘാതങ്ങൾ സംഭവിച്ച വ്യക്തികളാണെങ്കിൽ ഒരു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് ശേഷം ഡയറക്റ്റ്ലി എന്തായിരിക്കും ICUയിലേക്ക് ആയിരിക്കും അവര് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇനി നമുക്ക് നോക്കാം. സം ഹോസ്പിറ്റൽ ICU സ്പെഷ്യലൈസ് ഇൻ പ്രൊവൈഡിംഗ് കെയർ ഫോർ പർട്ടിക്കുലർ ഹെൽത്ത് കണ്ടീഷൻ ഇഞ്ചുറീസ് ദാറ്റ് ഇൻക്ലൂഡ്. ഇനി എങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ പോയിന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം എളുപ്പമുള്ളത് രീതിയിൽ. എല്ലാ പോയിന്റും ഓർത്തിരിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിലുള്ള പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. സെർവർ ബേൺസ് അല്ലെ, അതായത് എന്താണ്, കഠിനമായ പൊള്ളല്. നമ്മള് ഇങ്ങനെ ഈ പൊള്ളലേറ്റ് ഗുരുതരമായ പരിക്കേറ്റവരെയൊക്കെ ആദ്യം എന്ത് ചെയ്യുക, ICUയിലോട്ട് നേരിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്താണ്, റെസ്പിറേറ്ററി ഫെയിലിയർ. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ശ്വസനാവസ്ഥയിൽ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള, ഇപ്പോ എന്താണ് നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഡയറക്ട്ലി ആ വ്യക്തിനെ എന്ത് ചെയ്യും, ICUയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അടുത്തത് കാർഡിയോ തൊറാസിക് സർജറി, അതായത് ഇപ്പോ ഹൃദയ സംബന്ധമായിട്ട് ഹാർട്ടിന്റെ ഓപ്പൺ സർജറി അതുപോലെയുള്ള സർജറികളൊക്കെ വരുമ്പോഴും ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. കോംപ്ലക്സ് സ്പൈനൽ സർജറി, നമ്മൾ പറഞ്ഞു മേജർ ആയിട്ടുള്ള സർജറികൾ വരും. മേജർ ആയിട്ടുള്ള അതുപോലെ ഓപ്പൺ സർജറിയോ അല്ലെങ്കിൽ സ്പൈനലിന്റെ സർജറി, ഇപ്പൊ നട്ടെല്ലിന്റെ അങ്ങനെ അതുപോലുള്ള ഇപ്പോ അങ്ങനെയുള്ള സർജറികൾ വരുമ്പോഴും എന്ത് ചെയ്യും, ഈ വ്യക്തിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ICUയിലേക്ക്. നെക്സ്റ്റ് വരുന്നത് മേജർ ട്രോമ. മേജർ ട്രോമ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ളൊരു വീഴ്ചയിലുള്ള ആഘാതം അല്ലെങ്കിൽ ഒരു വലിയ ആഘാതം. ചിലപ്പോൾ വീഴ്ചകളാകാം അല്ലെങ്കിൽ ആക്സിഡൻസിൽ തന്നെ വലിയ വലിയ വാഹനങ്ങൾ അഗാധമായിട്ടുള്ള ഒരു കൂട്ടിയിടിക്കൽ മൂലമുണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോ പരിക്കുകളിലൊക്കെ കുത്തേറ്റ് അങ്ങനെ ഇപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻ കേസ് അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോഴും അതിനെന്ത് ചെയ്യും, ഡയറക്ട്ലി ആ വ്യക്തിനെ എന്ത് ചെയ്യും, ഡോക്ടർ നോക്കിയിട്ട് അദ്ദേഹത്തിന് ICUയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ, നമുക്കറിയാം ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ. ഇനി സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുബാധ മൂലം ശരീരത്തില് ഇപ്പൊ ബ്ലഡിലെ അണുബാധകൾ കയറി ഇൻഫെക്ഷൻ ഒക്കെ സംഭവിക്കും. ഇപ്പൊ നല്ല രീതിയിൽ അത് ഇൻഫെക്ഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ICUയിലുള്ള ട്രീറ്റ്മെന്റിന് ശേഷമേ മറ്റു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇനി കാർഡിയാറ്റിക് അറസ്റ്റ്, നമുക്കറിയാം ഇപ്പൊ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ നമുക്ക് എന്താണ് പത്രങ്ങളിലൊക്കെ നമ്മൾ ദിവസേന കാണുന്നതാണ് അല്ലെ. ഒരു കാർഡിയാറ്റിക് അറസ്റ്റ്, അതായത് ഹൃദയാഘാതം തന്നെയാണ് അത്. അപ്പൊ ആ വ്യക്തിനെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ICUയിലേക്കാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. Who are cared for in the ICU, ഏതെല്ലാം തരത്തില് അല്ലെങ്കിൽ എങ്ങനെയുള്ള തരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന വ്യക്തികളെയാണ് ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നമ്മൾ പോയിന്റ് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക ഓരോ പോയിന്റുകളും. സെർവർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, സെപ്സിസ്, കാർഡിയാറ്റിക് അറസ്റ്റ്. നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കി വെക്കാം. ഇപ്പൊ നമുക്ക് കാർഡിയോതൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, പിന്നെന്താണ് കാർഡിയാറ്റിക് അറസ്റ്റ് അല്ലെ. ഇപ്പൊ 3 C വെച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ചെറിയൊരു കോഡൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. C വെച്ച് പറഞ്ഞത് 3 നോക്കാം, S വെച്ച് പറഞ്ഞത് 2 ഉണ്ട്. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു കോഡ് ഓർത്തിരിക്കാൻ, എല്ലാവർക്കും ചിലപ്പോൾ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ കോഡുകളൊക്കെ ഇട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയാലും എല്ലാവർക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമൺ ടൈപ്സ് ഓഫ് ICU. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിട്ടുള്ള ICU കാണണമെന്നില്ല. പക്ഷേ മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, ഇപ്പൊ നമ്മളുടെ ഇപ്പോ ആസ്റ്റർ മെഡിസിറ്റി, റെനെ മെഡിസിറ്റി, അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള
ICU നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇല്ലോ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ICU അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനാണ് ആ ഡിഫറെന്റ് ആയിട്ടുള്ള ICU നമുക്ക് ഉള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് CICU. കോമൺലി എല്ലാ ഹോസ്പിറ്റലുകളിലുമുള്ള ICU ആണ് CICU. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് കാർഡിയോ വസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇവിടെ വരുന്നത് ഹൃദയ സംബന്ധമായിട്ടും അല്ലെങ്കിൽ രക്തധമനിക്കുഴലുകളിൽ എന്തെങ്കിലും ആഘാതങ്ങൾ മൂലം വരുന്ന പേഷ്യൻസിനെയാണ് എന്താ കാർഡിയോ വസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നത്. തേർഡ് വൺ ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, ഇപ്പൊ വയറ് സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നവരെയാണ് ഈ ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നോർമലി ഒരു പേഷ്യൻസിന് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ആയിരിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വീഴ്ചയുടെ ആഘാതങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിനൊക്കെയാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഫിഫ്ത് വൺ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. കോമൺലി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും NICU എന്നുള്ളത് അല്ലെ. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ ഉണ്ടാവുന്ന ഇപ്പോ ജനിച്ച ഉടനെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ശ്വാസകോശപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞില്ല എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് NICU. NICU എന്ന് പറയുമ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ICU ആണ് NICU എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മസ്തിഷ്കത്തില് അല്ലെങ്കിൽ നമ്മളുടെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. പീഡിയാട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജറിക്ക് ശേഷം മേജർ ആയിട്ടുള്ള സർജറി, ഓപ്പൺ സർജറി ആവാം, എങ്ങനെയുള്ള സർജറി ആണെങ്കിലും മേജർ സർജറിക്ക് ശേഷമാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നേർച്ചേ അല്ലെ, വീഴ്ചയുടെ ആഘാതത്തിലോ അല്ലെങ്കിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കല് അങ്ങനെ ഇതറായിട്ടുള്ള ആക്സിഡൻസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ട് കോമൺ ടൈപ്സ് ICU എന്ന് പറയുന്നത് 9 ടൈപ്പ് ആണുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് CICU. കാർഡിയോ വസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CVTS ICU. നിങ്ങൾ ഓരോ പേരുകൾ നോക്കുമ്പോഴും അതിന്റെ ഒപ്പം തന്നെ അതിന്റെ CICU അല്ലെങ്കിൽ NICU അതിന്റെ ഷോർട്ട് ഫോം കൂടി ഓർത്ത് പഠിക്കണം. നോക്കി ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് GICU. നമുക്ക് എളുപ്പമാണ്. ഗ്യാസ്ട്രോ GICU അങ്ങനെ ഓരോന്നിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്താണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് MICU. നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU. ഇങ്ങനെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ഇനി പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് PICU. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് SICU. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് TICU. ഇത്രയുമാണ് നമുക്ക് കോമൺ ടൈപ്സ് ആയിട്ടുള്ള ICUs എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഫുൾ ഫോമുകളും അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോമുകൾ പഠിക്കുക. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഷോർട്ട് ഫോമിന്റെ ആ ഒരു ഫസ്റ്റ് ലെറ്റർ തന്നെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ എന്താണ് ICU എന്ന് നമ്മൾ നോക്കി അല്ലെ. ICU എന്താണെന്ന് നോക്കി. ഇനി എങ്ങനെയൊക്കെയാണ് ആരെയൊക്കെയാണ് ICUയിൽ അഡ്മിറ്റ് ചെയ്യണേന്ന് നമ്മൾ നോക്കി. ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ICU നോക്കി. ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇനി ICU ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഓപ്പൺ യൂണിറ്റ്, സെക്കൻഡ് വൺ ക്ലോസ്ഡ് യൂണിറ്റ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ICU എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ആണ് വരുന്നത്, ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ്. നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഡിഫറെന്റ് ഫസ്റ്റ് ഇതിക്ക് മുന്നേ നമ്മൾ കണ്ടത് കോമൺ ടൈപ്പ് ഓഫ് ICU ആണ്.
ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU അല്ലെങ്കിൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണ് വരുന്നത്, ഓപ്പൺ യൂണിറ്റ് ആൻഡ് ക്ലോസ്ഡ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് ഓപ്പൺ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. All attending physicians may admit and care for patients. അല്ലെ, all attending physicians may admit and care for patients. എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ആരാണ്? ഒരു ഫിസിഷ്യൻ ഉണ്ടാവും അല്ലെ. ഫിസിഷ്യൻ ആണ് അഡ്മിറ്റ് ചെയ്യുന്നതും പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് എല്ലാം. Triage decision falls on director of ICU when there is bed or staff shortage. ഇപ്പോ ജീവനക്കാരുടെ ഒരു കുറവോ അല്ലെങ്കിൽ ബെഡ് അവൈലബിലിറ്റി കുറവോ ഉള്ളപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ആയിരിക്കും. ഈ ട്രയേജ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ അതിന് ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് ഡയറക്ടർ ആയിരിക്കും. സ്റ്റാഫുകളുടെ കുറവോ അല്ലെങ്കിൽ എന്താണ് ICU ബെഡ് അവൈലബിലിറ്റി നമ്മൾ നോക്കുന്നു അല്ലെ. അപ്പൊ ആ ബെഡ് അവൈലബിലിറ്റി ഇല്ലയോ ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഡയറക്ടർ ആയിരിക്കും തീരുമാനിക്കേണ്ടത്. ഇനി major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients is the major drawback of this concept. എന്താണ് ഈ ഓപ്പൺ യൂണിറ്റ് എന്നൊരു കൺസെപ്റ്റിന് ഒരു ഡ്രോബാക്ക് ഉണ്ട് അല്ലെ. എന്താണ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്? മെയിൻ ആയിട്ടൊരു ഡ്രോബാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്താണ്? അതായത് മെയിൻ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ള രോഗികളായിരിക്കുമല്ലോ, നമുക്കറിയാം ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഒരു ICU അഡ്മിഷൻ ആയിരിക്കുന്നത്. അപ്പോ ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ നോക്കാനുള്ള പ്രത്യേക പരിശീലനമൊന്നും ഈ ഫിസിഷ്യനെ ചിലപ്പോൾ ലഭിച്ചിട്ടില്ലായിരിക്കാം എന്നതാണ് എന്ത് ഓപ്പൺ യൂണിറ്റിന്റെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോസ്ഡ് യൂണിറ്റ് അല്ലെ. നമുക്കറിയാം ക്ലോസ്ഡ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? മാം ഓപ്പൺ യൂണിറ്റ് ഒന്നും കൂടെ പറയാമോ? ഓപ്പൺ യൂണിറ്റില് നമ്മൾ പറയുന്നത് ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. ഫിസിഷ്യൻ ആയിരിക്കും ഒരു രോഗിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ രോഗിയുടെ കെയറും എല്ലാം ചെയ്യുന്നത് ആരായിരിക്കണം? ഫിസിഷ്യൻ ആയിരിക്കും. ഏതില്? ഓപ്പൺ യൂണിറ്റില്. ഇനി അവിടുത്തെ പിന്നെ പറയുന്നത് ആ ഒരു ഡയറക്ടർ ഉണ്ടാവും ഒരു ICU എന്ന് പറയുമ്പോൾ അല്ലെ. അപ്പോ ആ ഡയറക്ടർ ആയിരിക്കും അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങൾ മീൻസ് എന്താണ്? ഇപ്പൊ ICU ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ജീവനക്കാരുടെ കുറവുണ്ടോ? ഒരു ICU നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം. സ്റ്റാഫുകളുടെ കുറവും ബെഡ് അവൈലബിലിറ്റി കുറവുണ്ടെങ്കിലൊക്കെ ഡയറക്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമീപിക്കേണ്ടത്. ഫിസിഷ്യൻ ആയിരിക്കും ആദ്യം ഫസ്റ്റ്ലി ഈ ഓപ്പൺ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്നതും പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതും. ഇനി അതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഫിസിഷ്യൻ മൈറ്റ് നോട്ട് ഹാവ് റിസീവ്ഡ്. ഈ ഫിസിഷ്യന് ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ലായിരിക്കാം എന്നാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇപ്പോ? മാം ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ മെയിൻ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അഭാവത്തിലാണോ ഈ ഫിസിഷ്യൻ പേഷ്യൻസിന് നോക്കുന്നത്? അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ICUലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ഫിസിഷ്യനെ ഓൾറെഡി അവർ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ഫിസിഷ്യനെ കാണുന്നതായിരിക്കാം. അപ്പൊ ആ ഫിസിഷ്യൻ ആയിരിക്കും അവര് എന്ത് ചെയ്യുന്നത്? ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഡോക്ടർ പറയും ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയാം. അവരായിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും പറയാം. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഫിസിഷ്യനെ കണ്ടിട്ടാണല്ലോ ഇപ്പൊ നമ്മള് ഒരു വ്യക്തിനെ ഡയറക്ട്ലി നമ്മള് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഫിസിഷ്യനെ കണ്ടിട്ട് ആ ഒരു ഫിസിഷ്യന്റെ തീരുമാനത്തിന് കീഴിലായിരിക്കും അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തത്. അപ്പൊ ആ ഡോക്ടറിന്റെ ഉത്തരവാദിത്വമാണ് ആ വ്യക്തിയുടെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. മനസ്സിലായി. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്തത് പറയുന്നത് ക്ലോസ്ഡ് യൂണിറ്റ്. ക്ലോസ്ഡ് യൂണിറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡയറക്ടേഴ്സ് ആൻഡ് അസോസിയേറ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. നമ്മൾ പറഞ്ഞു ഈ ക്ലോസ്ഡ് യൂണിറ്റിൽ ഒരു ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഡയറക്ടറും ഉണ്ടാവാം. അതായത് ഒരു ഇൻചാർജ് പോലെ രണ്ട് വ്യക്തികൾ ഉണ്ടാവും. ഡയറക്ടർ ഉണ്ടാവും, അദ്ദേഹമാണല്ലോ ഉയർന്ന പദവിയിലുള്ളത്. ഇപ്പൊ ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവും. അവരാണ് അഡ്മിഷൻസ് ആൻഡ് ഡിസ്ചാർജിന്റെ അക്കൗണ്ടബിൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് ഈ ഡയറക്ടറും അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറും ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റിൽ. ഓപ്പൺ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്യും, പിന്നെ പേഷ്യൻസിനെ കെയർ ചെയ്യണം,
പിന്നെന്താണ് അവൈലബിലിറ്റി, അവിടെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ബെഡ് അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാഫിന്റെ കുറവുണ്ടെങ്കിൽ ഈ ഡയറക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞു. ക്ലോസ്ഡ് യൂണിറ്റിലാണ് അപ്പൊ ഈ വരുന്ന ഡയറക്ടറുണ്ട്, ഒരു അസോസിയേറ്റീവ് ഡയറക്ടർ ഉണ്ടാവും ക്ലോസ്ഡ് യൂണിറ്റിൽ. അപ്പോൾ അഡ്മിഷനും അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ നടക്കുന്നത് ഈ ഡയറക്ടറും അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറിന്റെ കീഴിലായിരിക്കും. ഇനി once the patient is admitted, the unit team takes case by collaborating with admitting team for efficient patient care. അതായത് ഒരു പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി, നമ്മൾ എവിടെയാണ് ICU അഡ്മിറ്റഡ് ആയി, the unit team takes case for by collaborating with admitting team for efficient patient care. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സഹകരണപരമായിട്ടുള്ള ഒരു ടീമാണ് ഒരു ICU ഉള്ളത് അല്ലെ. നമുക്ക് പുറത്തുനിന്ന് ഒരു വിസിറ്റേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിന് അങ്ങനെ ICUലോട്ട് കയറ്റാറില്ല അല്ലെ. അത്യാവശ്യം ഒരു ബൈസ്റ്റാൻഡറിനെയാണ് നമ്മൾ നോർമലി ICUലോട്ട് കിടക്കുന്നത് അല്ലെ. ഈ ICUവിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്, ഡയറക്ടർ ഉണ്ട്, അസോസിയേറ്റർ ഉണ്ട്, പിന്നെ എന്താണ് പറഞ്ഞത് ഒരു ടീം തന്നെയുണ്ട്, അവിടെ ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട്, അങ്ങനെ ഒരു ടീം ഉണ്ട്. അപ്പൊ ആ ടീമാണ് കൊളാബറേറ്റ് ചെയ്തിട്ട് ആ പേഷ്യൻസിന് കെയർ നൽകുന്നത് ഓരോ കാര്യങ്ങളിലും. ഇനി ക്ലോസ്ഡ് യൂണിറ്റ്സ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. അപ്പോ ഇനി എന്തൊക്കെയാണ് ക്ലോസ്ഡ് യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോർ ടൈംലി പേഷ്യൻസ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിറ്റേഷൻ. കൂടുതൽ ടൈമില് എന്താണ് പേഷ്യൻസിനെ നല്ല രീതിയിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഇനിറ്റേഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ എപ്പോഴും പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷണം ലഭിക്കുന്നുണ്ട് കൂടുതൽ ടൈമില്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫൈഡ് സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗികളെ ചികിത്സിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളവരായിരിക്കും ഈ ക്ലോസ്ഡ് യൂണിറ്റിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ യൂണിറ്റിൽ ഫിസിഷ്യൻസ് ആണ്, എങ്കിൽ പോലും ചിലപ്പോ ഫിസിഷ്യൻസിന് ഡ്രോബാക്ക് പറഞ്ഞത് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ലായിരിക്കാം എന്നാണ് നമ്മൾ അതിന്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞത്. ക്ലോസ്ഡ് യൂണിറ്റിനെ അപേക്ഷിച്ച് ക്ലോസ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ടൈമിലി അല്ലെ, കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള പേഷ്യന്റിന് ഒരു കെയർ ലഭിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കിട്ടും, കെയർ ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഭയങ്കര വിദഗ്ധരായിട്ടുള്ള ഒരു ഡോക്ടേഴ്സും അല്ലെങ്കിൽ സ്റ്റാഫുകളും ആയിരിക്കും അവിടെ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICUല് വരുന്നത്. നെക്സ്റ്റ് മാം ഒന്നും കൂടെ പറയാമോ? ക്ലോസ്ഡ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് ക്ലോസ്ഡ് യൂണിറ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്ലോസ്ഡ് യൂണിറ്റില് ഡയറക്ടേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ അഡ്മിഷൻസ് ആൻഡ് ഡിസ്ചാർജസ് അല്ലെ. ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഇവർ ചേർന്നിട്ടാണ് അഡ്മിഷനും ഡിസ്ചാർജ്, ആ വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ആ വ്യക്തിയെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള പ്രോസസ് ഒക്കെ നടത്തുന്നത് ഈ ഡയറക്ടറും അസോസിയേറ്റീവ് ഡയറക്ടറും ആയിരിക്കും. Once patient is admitted, the unit team takes case by collaborating with admitting team for efficient patient care. അല്ലെ, ഒരു വൺസ് എന്ത് ചെയ്തു, പേഷ്യൻസ് അഡ്മിറ്റ് ആയതിനു ശേഷം ആ ഒരു യൂണിറ്റ് ടീമാണ്, ഒരു ഞാൻ പറഞ്ഞു ഒരു ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ഉണ്ടാവാം, ട്രെയിൻഡ് സ്റ്റാഫ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ടീമായിരിക്കും പിന്നീട് ആ പേഷ്യൻസിന്റെ എന്താണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്. ഇനി അതിന്റെ എന്തൊക്കെയാണ് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത്, മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ. കൂടുതൽ സമയം പേഷ്യന്റിനെ ഇവാലുവേഷൻ ചെയ്യും അല്ലെങ്കിൽ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യും. ഇനി എന്താണ്, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നമ്മള് ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്യുമ്പോ തന്നെ ഈ ഓപ്പൺ യൂണിറ്റിൽ വരുമ്പോഴേ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡിലോട്ട് മാറ്റുന്നതിനുള്ളിൽ മരണമൊക്കെ സംഭവിക്കത്തില്ലേ? ഇല്ല, അത് ഡോക്ടേഴ്സിന് നമുക്ക് അറിയാലോ ഒരു വ്യക്തിയുടെ സ്റ്റേജ് എങ്ങനെയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റ് ആ ടൈമിൽ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ അതിനൊരു ഡിലേ അങ്ങനെ വരത്തില്ല ഒരിക്കലും. ഒരു പേഷ്യൻസിന്റെ അതാണ് നമ്മൾ പറഞ്ഞത്, കൂടുതൽ ടൈം അവരെപ്പോഴും നമുക്കറിയാം. ഇപ്പൊ ഒരു ICUവിൽ ഒരു പേഷ്യന്റ് കിടക്കുമ്പോ സമ്മറി എഴുതുന്നുണ്ട് ഡെയിലി. ഇപ്പൊ അതിനുള്ള പ്രത്യേകം നേഴ്സസ് ഉണ്ട്, ICU സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനുള്ള ട്രെയിനിങ് കിട്ടിയ നേഴ്സസ് ആയിരിക്കും അവിടെ ഉള്ളത്. ഇപ്പൊ പുറമേ ഉള്ളൊരു OP അല്ലെങ്കിൽ മറ്റു നേഴ്സിനെ അപേക്ഷിച്ച് ICUവിൽ അവർക്ക് സ്പെഷ്യൽ ട്രെയിനഡ് ആയിട്ടുള്ള നേഴ്സസ് ആയിരിക്കും. അപ്പൊ ഒരു ഡേ ടു ഡേ കാര്യങ്ങൾ, ഡേ ടു ഡേ മീൻസ് എന്താണ്, ഓരോ അവറിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ഈ വ്യക്തിയിലെ ഓരോ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ വ്യക്തിയിൽ വരുന്നത്, ഇപ്പോ അദ്ദേഹം പൂർണ്ണാവസ്ഥയിലോട്ട് പഴയ അവസ്ഥയിലോട്ട് വീണ്ടും പോവുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്കവറി ഉണ്ടോ, റിക്കവറി ഇല്ലാന്നുണ്ടെങ്കിൽ അവര് അറ്റ് ദാറ്റ് ടൈമിൽ തന്നെ അവര് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വ്യക്തികൾ.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിനകത്തോട്ട് പോകണതാണ് സ്റ്റാഫിംഗ്. എങ്ങനെയാണ് ICUവിൽ നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സ്റ്റാഫിങ്ങിന്റെ ICUവിൽ സ്റ്റാഫിംഗ് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെയും സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കും. നഴ്സസ് ഉണ്ടാവാം, ഡോക്ടേഴ്സ് ഉണ്ടാവാം, എല്ലാവരും എന്താണ് സ്പെഷ്യലി ട്രെയിൻഡ് അല്ലെങ്കിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. മെഡിക്കൽ സ്റ്റാഫ് ഫസ്റ്റ്ലി നോക്കുന്നത് മെഡിക്കൽ സ്റ്റാഫ് ആണ്. ആരൊക്കെയാണ് ICUവിലെ മെഡിക്കൽ സ്റ്റാഫ് എന്ന് നമുക്ക് നോക്കാം. ICU ഇൻചാർജ് നമുക്കറിയാം. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ തന്നെ ഓരോ വാർഡുകളുണ്ട് അല്ലെ. കുട്ടികളുടെ വാർഡുണ്ട്, അല്ലെങ്കിൽ മെയിൽ വാർഡുണ്ട്, ഫീമെയിൽ വാർഡുണ്ട്. ഈ ഓരോ വാർഡിൽ നമ്മൾ രോഗികൾ കിടക്കുമ്പോ ഒരു ഇൻചാർജ് അവിടെ ഉണ്ടാവും അല്ലെ. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നഴ്സസ് ഉണ്ടാവും, എങ്കിൽ പോലും ഒരു ഇൻചാർജ് ഉണ്ടാവും. ആ ഇൻചാർജിനായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിലും അല്ലെങ്കിൽ എല്ലാ കെയറും ചെയ്യേണ്ടത് ആരാണ്? ഇൻചാർജ് ആണ്. അപ്പോ അതുപോലെ തന്നെ ICUവിൽ നമുക്കൊരു ഇൻചാർജ് ഉണ്ടാവാം. ഇൻചാർജ് ഉണ്ട് ഒരു ICUവിൽ. ഇനി റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടർ. ഒരു ICUയുടെ ഉള്ളില് ഒരു ഇൻചാർജ് ഉണ്ട്, ഒരു ഡോക്ടർ ഉണ്ട്. സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടർ ഉണ്ട്. ഇനി സെക്കൻഡ് വൺ, ദ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU. ഒരു തെറാപ്പിസ്റ്റ് ഉണ്ടാവാം. അതായത് ICUവില് എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ, ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ആ എക്യുപ്മെന്റ്സിനൊക്കെ അറിയാവുന്ന, അത് എങ്ങനെ പ്രവർത്തിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അറിയുന്ന ഒരു വ്യക്തികൾ അവിടെ സ്കിൽഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ ഉണ്ട്. ഇനി മൂന്നാമത്തത് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് നോർമലി സ്റ്റാഫിനെ അപേക്ഷിച്ച് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ICU ട്രെയിനിങ് ലഭിച്ച സ്റ്റാഫുകളായിരിക്കും നഴ്സിംഗ് സ്റ്റാഫ് ആയിട്ടുള്ളത്. ഇൻചാർജ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടർ ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്. നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹൈലി ട്രെയിൻഡ്, ഞാൻ പറഞ്ഞതുപോലെ ഹൈലി ട്രെയിൻഡ് ആൻഡ് എബോവ് ആവറേജ് കോമ്പറ്റൻസ് അല്ലെ. അത്യാവശ്യം ഒരു എന്താ പറയാ ഹൈലി ട്രെയിൻഡ്, അവർക്ക് ട്രെയിൻഡ് കിട്ടിയിട്ടുണ്ട്. അവരൊരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള സ്റ്റാഫുകളായിരിക്കും മെയിൻ ആയിട്ട് ICUവിൽ നിൽക്കുന്നത്. ഇനി റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ, അതായത് 1:1 or 1:2. റെക്കമെൻഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 1:2 അല്ലെങ്കിൽ ഒരു ഒരു 2 അല്ലെങ്കിൽ 4 നഴ്സസ് ഒക്കെയാണ് നോർമലി ഒരു നഴ്സിംഗ് സ്റ്റാഫായിട്ട് ഒരു ICUവിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഓക്സിലറി പേഴ്സണൽ എന്ന് പറയുന്നത് ICU ടെക്നീഷ്യൻസ്. ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള നമുക്കറിയാം ഒരു ICUവിൽ നിങ്ങൾ നോർമലി എനിക്കറിയില്ല, കുറച്ച് പേരെങ്കിലും ICUവിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒത്തിരി ഉപകരണങ്ങൾ അവിടെ എക്യുപ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇപ്പോ ആ നമ്മളുടെ രോഗി കിടക്കുന്ന അവിടെ തന്നെ മോണിറ്റർ ഉണ്ടാവും, ഓക്സിജൻ ഇതുണ്ടാവും. ആ മോണിറ്ററിലാണ് അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ആ വിലയിരുത്തലൊക്കെ മനസ്സിലാക്കുന്നത്. മോണിറ്റർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം അറിയുന്ന അത് നഴ്സസിന് ചിലപ്പോൾ അറിയാം, നഴ്സസിന് അറിയാൻ പറ്റും. എങ്കിൽ കൂടി അതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസ്മാരുണ്ടാവും. അപ്പൊ അവരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ICU എന്ന് പറയുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് വരുന്നത് മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെന്താണ് തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് ട്രെയിനഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഓക്സിലറി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻസ് ഉണ്ടാവാം, നഴ്സിംഗ് എയ്ഡ് ഉണ്ടാവാം. എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡർ പോലെ സ്വീപ്പേഴ്സ്, അവരും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയും പേര് അടങ്ങുന്നതാണ് ഒരു ICU എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും സ്റ്റാഫിങ്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. രജിസ്ട്രാർ ഇൻ ICU. നമുക്ക് രജിസ്ട്രാർ എന്നുള്ളൊരു ടേം കോമൺലി എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കുമല്ലോ. രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഉയർന്ന ഭരണാധികാരി അല്ലെ. രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ഓഫീസ് എന്നൊക്കെ പറയുന്ന അതേ ഒരു ടൈം തന്നെയാണ് രജിസ്ട്രാർ. ഇത് ICUവിലെ രജിസ്ട്രാർ അല്ലെങ്കിൽ ICUവിലെ ഉയർന്ന ഭരണാധികാരി ആരാണെന്നാണ് നമുക്ക് നോക്കാം. വൺ സീനിയർ റെസിഡന്റ്, അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള റെസിഡന്റ് ആയിരിക്കും. ഹു ബിക്കേം രജിസ്ട്രാർ പോസ്റ്റ് MD എടുത്തൊരു വ്യക്തി ആയിരിക്കാം. അദ്ദേഹം ഒരു സീനിയർ രജിസ്ട്രാർ ആണ്. വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി, അദ്ദേഹം ആയിരിക്കും എപ്പോഴും ICUവിൽ ഡ്യൂട്ടിയിൽ ഉള്ളത് അല്ലെ, ഡ്യൂട്ടിയിലായിരിക്കും. പിന്നെന്താണ് അത് ഒരു വുമൺ ആവാം അല്ലെങ്കിൽ മെൻ ആയിരിക്കാം. ഈ സീനിയർ രജിസ്ട്രാർ എന്ന് പറയുന്നത് he or she can be consultant later after few years of attaining. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇവിടെ ICUവിൽ വർക്ക് ചെയ്യുന്നത് രജിസ്ട്രാർ എന്നുള്ള പോസ്റ്റിലാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് MD ആയിരിക്കാം. അപ്പോ ആഫ്റ്റർ അല്ലെങ്കിൽ ഒരു ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിന് കൺസൾട്ടന്റ് ആയിട്ടും ഇരിക്കാം എന്നാണ് പറയുന്നത്. ഡോക്ടറിന്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആയിട്ടും ഇരിക്കാം.
ഇനി ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും അവിടെ അല്ലെ, അവിടെ ഡ്യൂട്ടീസ് ഉണ്ടാവും. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവാം, ഡേ ഷിഫ്റ്റ്, അങ്ങനെയുള്ള ഷിഫ്റ്റഡ് ആയിട്ട് ഡ്യൂട്ടീസ് സ്റ്റാഫിന് ഉണ്ടാകാം. 12 hours ആണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ICU ഡ്യൂട്ടിയിലെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. ഇനി the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultant must be informed. ഈ സീനിയർ റെസിഡന്റ് ആയിരിക്കണം, അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, എമർജൻസി ആയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും which may be invitable without a permission. Later consultant must be informed. അതായത് സീനിയർ റെസിഡന്റ് ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആണ് എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ പേഷ്യൻസിന് നൽകുന്നതും അതിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ജൂനിയർ റെസിഡന്റ്. ജൂനിയർ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ വൺ ഡോക്ടർ ഇൻ ട്രെയിനിങ്, ഒരു ട്രെയിനിങ് ഡോക്ടർ ഉണ്ടാവും. ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇരിക്കുന്ന ഒരു ട്രെയിനിങ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടാവാം. വിൽ ബി ഓൺ ഡ്യൂട്ടി ഇൻ യൂണിറ്റ് ഡേ ആൻഡ് നൈറ്റ്. ഡേയിലും നൈറ്റിലും നമുക്കറിയാം ഒരു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും ഒരു ഹോസ്പിറ്റലിൽ അല്ലെ. ഇപ്പോ എന്താണ് നൈറ്റിലായിരിക്കും കൂടുതലായിട്ടും ഡ്യൂട്ടി ഡോക്ടർ ഇരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ICUയിൽ ഓൾറെഡി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു ഡോക്ടർ ആയിരിക്കും. ഡേ ആൻഡ് നൈറ്റിൽ അദ്ദേഹം അവിടെ അവൈലബിൾ ആയിരിക്കും. The duty would include keeping patients' records while in ICU preparing summaries. ഞാൻ പറഞ്ഞു എന്താണ് സമ്മറീസ് ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു വാർഡില് ഒരു വ്യക്തി കിടക്കുകയാണെങ്കിലും എന്താണ് നഴ്സസ് ഇടയ്ക്ക് വരും അല്ലെ, ബ്ലഡ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഓരോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരൊന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഫയലിൽ എഴുതി വെക്കും. അപ്പൊ അതിനെയാണ് അവര് ഈ സമ്മറി എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോ റിക്കവറി, ഓരോ ദിവസത്തില് അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവര് സമ്മറൈസ് ചെയ്യുന്നത്. അപ്പോ ഈ ഡ്യൂട്ടി അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്, പേഷ്യൻസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. ഈ ICU കിടക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, റിക്കവറി, അല്ലെങ്കിൽ അവരുടെ ഓക്സിജൻ ലെവൽ ഇത്രയായി, അല്ലെങ്കിൽ മോണിറ്ററിലൊക്കെ അളവൊക്കെ എങ്ങനെയാണ് അളന്നൊക്കെ എഴുതുന്നത് ഈ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ്. ഞാൻ എടുത്തു പോകണേണ് നെക്സ്റ്റ് ടോപ്പിക്, ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. എങ്ങനെയാണ് ഒരു ICUയിലോട്ട് ഒരു രോഗീനെ അഡ്മിറ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു വ്യക്തിനെ എന്താണ് നോർമലി ICUയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യില്ല. ആ രോഗിയുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയാണോ, എങ്ങനെയുള്ളതാണെന്നൊരു ഫിസിഷ്യനോ അല്ലെങ്കിൽ അതിന്റെ കൺസൾട്ടന്റ്, ഏതെങ്കിലും ഒരു കൺസൾട്ടന്റ് കണ്ടതിന് ശേഷം മാത്രമേ ICUയിലോട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഷിഫ്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള രോഗികളാണ് നമ്മൾ ICU അഡ്മിഷൻ കൊടുക്കുന്നത്. ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. To optimize ICU resource and enhance outcome, ICU admission should be guided on the basis of combination of factors. ഇങ്ങനെയൊക്കെ രീതിയിൽ വരുന്ന പേഷ്യൻസിനെയാണ് ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, prioritization in accordance with the parent's severity of illness. അല്ലെ, രോഗിയുടെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് അല്ലെ. ഇപ്പൊ കൂടിയ ഭയങ്കരമായിട്ടുള്ള നോർമലി എന്താണ് മെഡിസിൻ കഴിച്ചാൽ കുറയില്ല, അല്ലെങ്കിൽ എന്താണ് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, രോഗിയുടെ രോഗാവസ്ഥ മൂർച്ഛിക്കുന്ന ഒരു രോഗാവസ്ഥയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Next one, specific patient needs such as life supporting therapist. അല്ലെ, ഇപ്പോ നിർദ്ദിഷ്ടമായിട്ടുള്ള രോഗികൾക്ക്, ചില രോഗികൾക്ക് ലൈഫ് സപ്പോർട്ട് ആവശ്യമാണ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് ICU, ചില രോഗികൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശ്വാസകോശ സംബന്ധമായ രോഗികൾ വന്നാൽ അവർക്ക് ചിലപ്പോൾ ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഓക്സിജന്റെ ആവശ്യമായിരിക്കും അല്ലെ, ഓക്സിജന്റെ അളവ് കുറഞ്ഞ വ്യക്തികൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളത് അവർക്ക് ലൈഫ് സപ്പോർട്ട് വേണം, സ്വയമായിട്ട് സപ്പോർട്ട് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലും എന്ത് ചെയ്യും, നമ്മൾ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ രോഗനിർണയം അല്ലെ. ഇപ്പൊ ഡോക്ടർ വന്നു, രോഗം നിർണയിച്ചു, ഇയാള് ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും എന്ത് ചെയ്യണം, ഫസ്റ്റിലെ നമ്മൾ ICUയിലോട്ട് ഡോക്ടർ ഷിഫ്റ്റ് ചെയ്യും. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവചനം. അതുപോലെ രോഗിയുടെ രോഗം ഡോക്ടർ പ്രവചിച്ചു, ഓരോ ടെസ്റ്റുകൾ അങ്ങനെ നടത്തിയിട്ട് പ്രവചിച്ചതിന് ശേഷം രോഗിയുടെ അവസ്ഥ ഇത്തിരി കൂടുതലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കലാണ്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക്
ICU തന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം റിക്കവർ ആകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ഡോക്ടർ എന്ത് ചെയ്യും, ICUലോട്ടാണ് കൂടുതലായിട്ടും ഷിഫ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ബെഡ് അവൈലബിലിറ്റി. നോട്ട്സ് കാണുന്നില്ല കേട്ടോ. കാണുന്നില്ല? നോട്ട്സ് കാണുന്നില്ല. നോട്ട്സ് കാണുന്നില്ല. പ്രിന്റ് എനിക്ക് പോയിന്റ്സ് പറഞ്ഞു. എല്ലാവർക്കും കാണുന്നില്ല? ഇല്ല, കാണുന്നില്ല. എനിക്ക് കാണാൻ മേഡം, കുഴപ്പമൊന്നുമില്ല. ഈ പോയിന്റ്സ് തുടങ്ങിയപ്പോ തൊട്ട് നോട്ട്സ് മിസ്സാണ്. ആണോ? എത്ര പേർക്ക് കാണാൻ? കാണുന്നില്ല. കാണുന്നില്ല മാം. പേർക്കേ കാണുന്നുള്ളൂ, എല്ലാവർക്കും കാണുന്നില്ല. എനിക്ക് കാണാൻ മേഡം. കാണുന്നില്ല. കൂടുതൽ പേർക്കും കാണുന്നില്ല. കാണുന്നില്ല മാം. കാണുന്നില്ല. കാണുന്നില്ല. കാണുന്നില്ല മേഡം. ക്ലിയർ ആക്കാം കേട്ടോ. ഇപ്പൊ ഈ ടോപ്പിക് തുടങ്ങിയാണോ കാണാൻ പറ്റാത്തത്? അതെ മാം. പൊട്ടൻഷ്യൽ ആ പോയിന്റ് മുതല്. അഡ്മിഷൻ ക്രൈറ്റീരിയ തുടങ്ങിയാണോ? അതെ, അഡ്മിഷൻ ക്രൈറ്റീരിയ തുടങ്ങി കാണുന്നില്ല. എനിക്ക് നോട്ട്സ് കാണുന്നില്ല. ഇതിന്റെ പേജ് പോലും കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല മാം, കാണുന്നില്ല. അഡ്മിഷൻ ക്രൈറ്റീരിയ മുതൽ കാണാൻ പറ്റുന്നില്ല മാം. ഇല്ല മാം, കാണുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പൊ കണ്ടു. കാണുന്നില്ല മാം. ഇതിൽ ആരോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ, അതായത് അനിലയോ ആരോ ഒരാൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് അഞ്ജലി എന്ന് പറയുന്ന ആൾ ഷെയർ ചെയ്തപ്പോഴാണ് അത് കാണാണ്ടായത്. ഷെയർ പോയതിനു ശേഷമാണ് കാണാണ്ടായത്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇല്ല മാം. കാണുന്നില്ല. ഇല്ല, കാണുന്നില്ല. ജോയിൻ ചെയ്ത ഇപ്പൊ വന്നോട്ടെ. ക്ലിയർ ആണോ? പക്ഷെ പോയിന്റ് വേറെയാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, എല്ലാരും ഓക്കെ ആയല്ലോ? ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും സ്ക്രീനില്? ഓക്കെ മാം. ഓക്കെ, അപ്പൊ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എടുക്കുകയാണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഓരോ ദിവസത്തെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ICUലെ പേഷ്യൻസിന്. Connection with the patient unit is necessary for proper treatment of patient in ICU. അല്ലെ, അതായത് കണക്ഷൻ വിത്ത് പേഷ്യന്റ് യൂണിറ്റ് ഈസ് നെസസറി. ഒരു യൂണിറ്റ് തന്നെ നമുക്ക് ഒരു ICUവിനെ പറയാം. നഴ്സസ് ഉണ്ടാവാം, ഡോക്ടേഴ്സ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു യൂണിറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് പേഷ്യൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാഫുകൾ എല്ലാവരും തമ്മിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും ICUല് ലഭിക്കുന്നത്. ഇനി routine ICU round shall be held in morning at 9-11 AM. അല്ലെ, 9 മണി തുടങ്ങിയില്ല, മോർണിംഗ് 11 AM ആണ് അവിടെ റൗണ്ട്. എന്നിട്ട് നമുക്ക് ഡോക്ടേഴ്സ് റൗണ്ട് ചെയ്ത് പോകുന്നത് നമുക്കറിയാലോ. നമ്മൾ വാർഡിൽ കിടക്കുമ്പോഴും റൂമിലൊക്കെ കിടക്കുമ്പോഴും രാവിലെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ സമ്മറി അല്ലെങ്കിൽ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ റൗണ്ട്സിന് വരും. അപ്പൊ ICU റൗണ്ട് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9 AM to 11 AM ആയിരിക്കും.
ഇനി ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൺ ഇൻ ദിസ് റൗണ്ട്. ആ റൗണ്ടിന്റെ ടൈമിലാണ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. ആള് റിക്കവറി ആയോ, അല്ലെങ്കിൽ എന്താണ് മേജർ ആയോ, ക്രിട്ടിക്കൽ ആയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ആളിൽ വ്യക്തിയിൽ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആ ടൈമിലായിരിക്കും. ദ ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റഡ് to patient is written by senior resident posted in ICU. Extensive care is given to patient. ഇനി ട്രീറ്റ്മെന്റിന്റെ ഇനിഷ്യേറ്റ് എടുക്കുന്നത് പേഷ്യൻസിന്റെ സീനിയർ റെസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ റെക്കോർഡ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ എഴുതുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്, ട്രീറ്റ്മെന്റ് സീനിയർ റെസിഡന്റ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സും കൂടി നമ്മൾ ലാസ്റ്റ് ഒന്നായിട്ട് എടുക്കുകയാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കോളൂ. ഇതും കൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാനാണ് കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ അഡ്മിഷൻ പ്രോസസ് പഠിച്ചു, പിന്നെ എന്താണ് ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് നോക്കി. ഇപ്പൊ ലാസ്റ്റ് ഈ വ്യക്തിനെ ഡിസ്ചാർജ് ചെയ്യണ പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഏതൊരു വ്യക്തിനെ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഡിസ്ചാർജ് പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് വീട്ടിൽ പോരാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ ICUയിലുള്ള ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സും കൂടി നമുക്കൊന്ന് നോക്കാം. Patients who are recovered and are steady can be discharged. അല്ലെ, പേഷ്യൻസ് റിക്കവറി ആയോ അല്ലെങ്കിൽ അവര് സ്റ്റഡി ആയോ എന്നതിന്റെ ബേസിസിലായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇനി പേഷ്യൻസ് ഇൻ whom immediate threat is lessened but needs close observation can either be discharged towards or intermediate care areas depending on need for ICU beds. അല്ലെ, അതായത് എന്താണ്, പേഷ്യൻസിന് ലെസൻഡ് ആയിട്ടുള്ള അവർക്ക് മാറ്റം വല്ലതും വരുന്നോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ശേഷം ഡിസ്ചാർജ് ടു വാർഡ്സ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ്, നേരെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ട് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വാർഡ്സിലോട്ട് ഏരിയയിലോട്ട് ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ICU ബെഡ്സിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. Last one, patient in whom death is agreed to be impending when intensive care is continued again kept in ICU depending on availability of resources. ICU ഇനിയിപ്പോ മേ ബി ICUയില് ആ വ്യക്തി ചികിത്സയിൽ തുടരുകയാണെങ്കിൽ പോലും റിക്കവറി ആകില്ല, ചിലപ്പോ മരണം വരെ സംഭവിക്കാമെന്നൊരു രീതിയിലൊക്കെ വരാം. ഡോക്ടേഴ്സ് അവരുടെ എന്താണ് സമറൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ചില പേഷ്യൻസ്, റിക്കവറി ആകില്ല, ആ ഒരു സിറ്റുവേഷനിലേക്കാളും കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ട് മാറുക തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കാം. കാരണം ആ പേഷ്യൻസ് ഇങ്ങനെ ചെയ്യുന്ന റിക്കവറി ഒരിക്കലും ആകില്ല എന്നുള്ള സിറ്റുവേഷനിൽ ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ICU എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് ICUയിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, കോമൺ ടൈപ്സ് പറഞ്ഞു, നെക്സ്റ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻ, ഓപ്പൺ യൂണിറ്റ്, ക്ലോസ് യൂണിറ്റ്, സ്റ്റാഫിങ്, ഇങ്ങനെയുള്ള തരത്തിൽ സ്റ്റാഫിങ് ആണെന്ന് പറഞ്ഞു, രജിസ്ട്രാറിനെ പറ്റി പറഞ്ഞു, ഡേ ടു ഡേ പ്രൊസീജിയർ, അഡ്മിഷൻ ക്രൈറ്റീരിയ, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റി, ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് എൻഷുർ ചെയ്യുന്നത്. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി, 3 ടോപ്പിക്കും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മാം ഒരു കാര്യം ക്ലിയർ ചെയ്ത് തരൂ. ഈ ഡിസ്ചാർജ് പ്രൊസീജിയറിൽ സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയോ? ഓക്കെ, ഡിസ്ചാർജ് പ്രൊസീജിയറില് പേഷ്യന്റ് ഇൻ whom immediate threat is lessened but need close observation can either be discharged to wards. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു പേഷ്യൻസിന് ഒരു ICUയിൽ നോർമലി ചിലപ്പോൾ ഒരു 2 days കിടക്കാം, 3 days കിടക്കാം. ചില പേഷ്യൻസിന് അല്ലെങ്കിൽ 2 days കൊണ്ട് അവരിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ. ഇപ്പൊ നോർമലി ആള് ഒരു ചിലപ്പോൾ ഒരു പ്രതികരിക്കാത്തൊരു വ്യക്തി ചിലപ്പോ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സിനുള്ളിൽ റിക്കവറി വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ എന്ത് ചെയ്യും, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്കറിയാം ചില വ്യക്തികൾ ചിലപ്പോൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസമൊക്കെ ICUയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അദ്ദേഹം റിക്കവറി ആയി എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഒരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അഡ്മിഷൻ ക്രൈറ്റീരിയയില് പ്രൊഗ്നോസിസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒന്ന് പറയോ? പ്രോഗ്നോസിസ് അല്ലേ? ഓക്കെ, പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രവചനം, അതായത് ആ രോഗിയുടെ രോഗം പ്രവചിക്കുകയാണ്.
നമ്മൾ കണ്ടെത്തിയാണ് ഓരോ ടെസ്റ്റുകളിലൂടെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മാരകമായിട്ടുള്ള രോഗമാണ്. അപ്പൊ ഇതിന് ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ ആ രോഗം കണ്ടുപിടിക്കുകയാണ്. ഓരോ ടെസ്റ്റുകളിലൂടെ അദ്ദേഹത്തിന്റെ രോഗം കണ്ടുപിടിച്ചിട്ട് പ്രവചിച്ചതിന് ശേഷം ആ ഒരു ട്രീറ്റ്മെന്റ് നൽകണം, അല്ലെങ്കിൽ ICUലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആളുടെ അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ നിന്ന് ചോദിക്കണം. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? അതെ അതെ ക്ലിയർ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എല്ലാവരും ഒന്ന് ജസ്റ്റ് നമ്മളുടെ PDF ഫയലൊക്കെ ഒന്ന് നോക്കാം. ക്ലാസ് ഒക്കെ ഒന്ന് ഇന്ന് തന്നെ ഒന്ന് വായിച്ചെല്ലാം ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. 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 താങ്ക് യു മാം.